ഹലോ, അപ്പം എല്ലാവരും സുഖമായിരിക്കും വിശ്വസിക്കുന്നു. ഞാൻ ഷിയ പ്രഭു. പരസ്പരം ഇഷ്ടം തോന്നുക അല്ലെങ്കിൽ ആകർഷണം തോന്നുക എന്നുള്ളത് തികച്ചും കോമൺ ആയിട്ടുള്ള കാര്യമാണ്. അത് തനിക്ക് താല്പര്യമുള്ള പെൺകുട്ടിക്ക് തിരിച്ചും താല്പര്യം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുകയും അതിനു വേണ്ടിയിട്ട് ഏതറ്റം വരെ പഠിച്ച 18 പണി നോക്കുകയും ചെയ്യുന്നവരാണ് ചെറുപ്പക്കാരെന്ന് പറയുന്നത്. അതൊക്കെ തികച്ചും സാധാരണമായിരുന്നാൽ ഇത് സാധാരണമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതിലൊന്നും ഒട്ടും തന്നെ അസ്വാഭാവികമായിട്ട് ഒന്നും തന്നെയില്ല. എന്നാൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇഷ്ടം തോന്നണമെങ്കിൽ ചിലപ്പോൾ അവരുടെ സൈക്കോളജിയിൽ സ്ത്രീകളുടെ സൈക്കോളജി കുറച്ചൊക്കെ അറിഞ്ഞിരിക്കണം. അവർ എങ്ങനെയുള്ളവരാണ് ഇഷ്ടപ്പെടുന്നത്, അതായത് ഒരു പുരുഷനിലെ സ്ത്രീ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ആ പുരുഷന് എന്തൊക്കെ ക്വാളിറ്റീസാണ് ഉണ്ടായിരിക്കണമെന്ന് സ്ത്രീകൾ ആഗ്രഹിക്കുന്നത്. അത് ഓരോ വ്യക്തിക്കും അവരവരുടേതായിട്ടുള്ള പേഴ്സണാലിറ്റി അനുസരിച്ച് അല്ലെങ്കിൽ വ്യക്തിഗതമായിട്ടുള്ള ഇഷ്ടങ്ങളനുസരിച്ച് അത് വ്യത്യാസപ്പെട്ടിരിക്കാം. എന്നാലും ചില കോമൺ ഫാക്ടറുകളുണ്ട് ഈ ഇഷ്ടങ്ങളിൽ. അപ്പോൾ ആ ഒരു കോമൺ ഫാക്ടർ, എനിക്ക് താല്പര്യമുള്ള പെൺകുട്ടിക്ക് തിരിച്ചും പോലെ താല്പര്യം തോന്നണമെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള ഇഷ്ടങ്ങളാണ് പെൺകുട്ടിക്ക് ഉണ്ടായിരിക്കുന്നത്, അങ്ങനെയുള്ള കുറച്ച് കോമൺ ഫാക്ടറുകളാണ് എന്ന് പറയുന്നത്. എല്ലാ മനുഷ്യർക്കുള്ളൊരു ക്വാളിറ്റിയാണ് പെട്ടെന്നൊരു മനുഷ്യരെ മനസ്സിലാക്കാനും വിലയിരുത്താനും കഴിയുക എന്നുള്ളത്. വെച്ചാൽ ഒരാളോട് പരിചയപ്പെട്ട് അല്ലെങ്കിൽ ആളോട് സംസാരിച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ആളോട് അടുത്തിടപഴകി കഴിയുമ്പോൾ തന്നെ അവരുടെ ക്യാരക്ടർ എന്താണ് അല്ലെങ്കിൽ അവർ റിയൽ എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള അങ്ങനെയുള്ളൊരു ക്വാളിറ്റി ഉള്ളൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരു കുട്ടിയോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ, താല്പര്യം തോന്നിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങളിലേക്ക് അവരെ അടുപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് സാധിക്കും എന്നുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ, അതുപോലെ തന്നെ അവർക്ക് എന്താണ് ആഗ്രഹങ്ങൾ, അതുപോലെയുള്ള അവരുടെ കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കുകയും അതുപോലെ അപ്പോൾ അവർക്ക് നിങ്ങളോടൊരു അടുപ്പം തോന്നിയും നല്ലൊരു ഫ്രണ്ടാണ്, നിങ്ങളോട് കൂട്ടുകൂടിയാൽ കുഴപ്പമില്ല എന്നവർക്കൊരു തോന്നൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സിലുള്ള മുഴുവൻ കാര്യങ്ങളും നിങ്ങളോട് തുറന്നു പറയാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഈ തുറന്നു പറച്ചില്ല അപ്പോൾ ഇപ്പോഴും നിങ്ങളുടെ കൂടെ കൂട്ടാം, അവരുടെ മനസ്സ് തുറക്കാം എന്നുള്ളൊരു സാധ്യതയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീടുണ്ടാകാൻ പോകുന്നത് നിങ്ങളോടുള്ള അവർക്ക് താല്പര്യം തിരിച്ചറിഞ്ഞ് തിരിച്ചും അതേ ഇഷ്ടം ഉണ്ടാവാനുള്ള ചാൻസസ് ഒരുപാട് കൂടുതലാണ്. പൊതുവേ സ്ത്രീകൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് കെയറിങ് എന്ന് പറയുന്നത്. ആ കെയറിങ് നൽകാൻ കഴിവുള്ള, അപ്പോൾ എല്ലാവർക്കും ഉണ്ടാവില്ല അതുപോലെ മറ്റുള്ളവരുടെ മനസ്സ്, അതായത് ഇമോഷൻസിനെ മനസ്സിലാക്കി ബിഹേവ് ചെയ്യാനുള്ള കഴിവ് എല്ലാവർക്കും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇവരുടെ ഇമോഷൻസ് മനസ്സിലാക്കി അതുപോലെ പ്രവർത്തിച്ചാൽ കെയറിങ് എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ്. നമ്മളിപ്പോൾ സ്ത്രീകൾക്ക് മാത്രമൊന്നുമല്ല, പുരുഷന്മാർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. തങ്ങളെ ഒരാൾ പരിഗണിക്കുക, തങ്ങളെ കേട്ടിരിക്കാൻ ഉണ്ടാവുക എന്നുള്ളത് വളരെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയേറെ കെയറിങ് നൽകുന്ന ഒരു പുരുഷനിലേക്ക് സ്ത്രീകൾക്ക് സ്വാഭാവികമായിട്ടും ഒരു ചായ്വ് ഉണ്ടാവുക എന്നുള്ളത് തികച്ചും സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പുരുഷന്മാരിൽ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിൽ ഏറ്റവും മികച്ചത് എന്ന് പറയുന്നൊരു ക്വാളിറ്റിയാണ് അവരുടെ തൻ്റെ ഇടവും അതുപോലെ തന്നെ ആത്മവിശ്വാസം. എന്ത് കാര്യം തൻ്റെ ഇടത്തോടുകൂടി ഒരു ഭയമില്ലാതെ ഭീരുത്വമില്ലാതെ ബിഹേവ് ചെയ്യുക, എന്ത് കാര്യം തുറന്നു പറയാനായിട്ടുള്ള ഒരു തൻ്റെ ഇടം, അതുപോലെ തന്നെ ആത്മവിശ്വാസത്തോടുകൂടി എന്ത് കാര്യവും കൈകാര്യം ചെയ്യാനുള്ള ഒരു രീതി, ഏതൊക്കെ പ്രതിസന്ധി ഘട്ടം വന്നാൽ പോലും അത് ആത്മവിശ്വാസത്തോടെ എനിക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളൊരു തികഞ്ഞ കോൺഫിഡൻസ് എല്ലാ സ്ത്രീകളിലേക്ക് പുരുഷന്മാരെ ആകർഷിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതൊരു പുരുഷത്വത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് സ്ത്രീകൾ എപ്പോഴും കരുതുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തൻ്റെ ഇടവും ആത്മവിശ്വാസവും സ്ത്രീകൾക്ക് ഏറെ ഇഷ്ടമാണ്. സ്ത്രീകളോടെന്നല്ല ആരോടും തൻ്റെ ചുറ്റുമുള്ളവരിലൂടെ നല്ല രീതിയിലുള്ള നല്ല പെരുമാറ്റം ചെയ്യുന്ന പുരുഷന്മാർ, അതായത് നല്ല ബിഹേവിയർ കാഴ്ചവെക്കുന്ന പുരുഷന്മാരിലേക്ക് സ്ത്രീകൾ പെട്ടെന്ന് തന്നെ ഒരു അടുപ്പം കാണിക്കാറുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ ഈ ഒരു നല്ല രീതിയിലുള്ള പെരുമാറ്റമായിരിക്കും തങ്ങൾക്കുണ്ടാവേണ്ടത്. തങ്ങളുടെ ജീവിതം നല്ല സന്തോഷകരമായിരിക്കും, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള എന്താ പറയുക മോശമായിട്ടുള്ള രീതിയിലുള്ളൊരു ബിഹേവിയർ തൻ്റെ പുരുഷനിൽ നിന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു വിശ്വാസം കൊണ്ടായിരിക്കാം നല്ല പെരുമാറ്റം. അത് വെച്ചാൽ നല്ല പെരുമാറ്റമുള്ളവർ എപ്പോഴും നല്ല സ്വഭാവത്തിന് ഉടമകളാണ് എന്നാണ് സ്ത്രീകളുടെ വിശ്വാസം. സ്ത്രീകളുടെ മാത്രമല്ല എല്ലാവരുടെയും വിശ്വാസം ഇതാണ്.
ഒരു ശരീരഭാഷ, ബോഡി ലാംഗ്വേജ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഐ കോണ്ടാക്റ്റ്. അതായത് ഐ ടു ഐ കോണ്ടാക്റ്റ്, അതായത് കണ്ണിൽ നോക്കി സംസാരിക്കുക എന്നുള്ളത്. അത് ചിലർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണിൽ നോക്കി സംസാരിക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവാം. എന്നാൽ അത് കണ്ണിൽ നോക്കി തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി സംസാരിക്കാൻ കഴിവുള്ളവരെ സ്ത്രീകൾക്ക് വളരെയേറെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ കണ്ണിൽ നോക്കി ഇഷ്ടം മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അതായത് തുറന്നു പറയാതെ തന്നെ കണ്ണിൽ നോക്കി ഇഷ്ടം മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇത് ഒരു നല്ല പെരുമാറ്റ രീതിയാണ് കണ്ണിൽ നോക്കി സംസാരിക്കുന്നത്. പണ്ടുള്ളവർ പറയും കണ്ണിൽ നോക്കി സംസാരിക്കാത്തവർ കള്ളന്മാരാണ് എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞതുപോലെ കണ്ണിൽ നോക്കി സംസാരിക്കുമ്പോൾ അവരുടെ ആത്മവിശ്വാസവും അവരുടെ നല്ല പെരുമാറ്റ രീതി, നല്ലൊരു ബോഡി ലാംഗ്വേജും ഒക്കെയാണ് ഐ ടു ഐ കോണ്ടാക്റ്റ് സംസാരം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ണിൽ നോക്കി സംസാരിക്കുന്നവർ സ്ത്രീകൾക്ക് വളരെ ഇഷ്ടം. അതിലൂടെ തന്നെ തുറന്നു പറയാതെ ഒരു ഇഷ്ടം മനസ്സിലാക്കിയെടുക്കാനായിട്ട് സ്ത്രീകൾക്ക് സാധിക്കും. ഇഷ്ടമുള്ള ഒരു പെൺകുട്ടിയെ ചെറിയൊരു താല്പര്യമൊക്കെ ഉണ്ട് എങ്കിൽ ആ പെൺകുട്ടി ഇപ്പം നിങ്ങൾ തമ്മിൽ കണ്ടു പിരിഞ്ഞതിന് ശേഷം ആ കുട്ടിക്ക് ഓർമ്മിച്ചെടുക്കുന്ന സമയത്ത് വളരെ സന്തോഷം നൽകുന്ന കാര്യങ്ങൾ, ഒരു ചെറിയ സമ്മാനമായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ഒരു കോഫി കുടിക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ കുറച്ച് സമയം കൂടുതൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നതായിക്കോട്ടെ, ഇതെല്ലാം നല്ല സന്തോഷം തരുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രമാണ് നമ്മളത് ഓർമ്മിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുള്ളൂ. മോശമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മളെപ്പോഴും അത് മറക്കാനായിട്ട്, നമുക്ക് ഓർമ്മയിലേക്ക് വന്നാലും മറക്കാനായിട്ടാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും സന്തോഷം നൽകുന്ന കാര്യങ്ങൾ രണ്ടുപേർ തമ്മിലുള്ള ഒരു എന്താ പറയുക ഇഷ്ടം തുറന്നു പറച്ചിലിന് ശേഷം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും ആ പെൺകുട്ടിയുടെ ഓർമ്മയിൽ എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള നല്ല നല്ല കാര്യങ്ങളായിരിക്കണം. അല്ലെങ്കിൽ ഓർത്തോർത്ത് എന്താ പറയുക നിങ്ങളെക്കുറിച്ച് ഓർത്തിരിക്കാനായിട്ട് ആ പെൺകുട്ടിക്ക് ഉണ്ടാകാവുന്ന സന്ദർഭങ്ങളായി എപ്പോഴും സൃഷ്ടിച്ചെടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഒരു എന്താ പറയുക ഒരു പെൺകുട്ടിയുടെ സൈക്കോളജി അറിഞ്ഞുകൊണ്ട് അവളുടെ ഇഷ്ടം നേടിയെടുക്കാൻ, നിങ്ങൾക്ക് താല്പര്യമുള്ളൊരു പെൺകുട്ടിയുടെ ഇഷ്ടം നേടിയെടുക്കാനായിട്ട് ശ്രമിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബായ്. താങ്ക് യു ഫോർ വാച്ചിങ്.